ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 2025 മെയ് 16 വെള്ളിയാഴ്ചയാണ്. ഈ ആഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ള വിശേഷം എന്ന് പറയുന്നത് നിഫ്റ്റി 25,000 ക്രോസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇന്നിനി എങ്ങോട്ടായിരിക്കും എന്നുള്ള ഇവിടെ രണ്ട് സാധ്യതകളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഒന്ന്, നോർമലി ഇങ്ങനെയുള്ള ഒരു സ്പൈക്കിൽ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം ഇന്നലെ എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെ ഓപ്പണായിട്ട് സ്ട്രൈറ്റ് അതേപോലെ താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. അത് റെസിസ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയും. അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്ന് ഒരു 5-6 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കയറി അതേ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി പോകാറുണ്ട്. ഇനി ഈ സംഭവം 24,944 മിനിഞ്ഞാന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഇന്നലെ 25,000 പ്രോപ്പർലി ക്രോസ് ചെയ്ത് മുകളിൽ ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഇനി ഫർദർ ഒരു അപ്പ് റാലി ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം 26,000-ത്തിലാണ് നമ്മുടെ ഓൾ ടൈം ഹൈ കിടക്കുന്നത്. വളരെ പെട്ടെന്നാണ് ചാടി അവിടെ എത്തിയിരിക്കുന്നത് മാർക്കറ്റ്. 22,000 4,000 പോയിന്റൊക്കെ താഴെ ഉണ്ടായിരുന്ന മാർക്കറ്റാണ്. ഒറ്റയടിക്ക് യുദ്ധം അവസാനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രൈറ്റ് കയറി വന്നു. ഇന്നലെ നല്ല മൂവ്മെൻറ്റ് ഇന്നലെ കിട്ടിയിരുന്നു. രാവിലെ ഒരു കൺസൾട്ടേഷനിൽ പോയി, പിന്നീട് ആഫ്റ്റർനൂൺ സെഷനിൽ നന്നായിട്ട് മാർക്കറ്റ് കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് രണ്ട് സാധ്യതകളുള്ളത്. ഒന്ന്, പീക്കിൽ ഓപ്പണായിട്ട് താഴോട്ട് 25,000 താഴേക്ക് തന്നെ ഇറങ്ങി വരിക എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോവുക, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് നോർമൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും അവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുക എന്നുള്ളതാണ്. രണ്ട് സാധ്യതകളാണ് ഇവിടെ കാണുന്നുള്ളത്. സോ നോക്കാം, നമുക്ക് ഏതാനും 1-1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവും. അതോടുകൂടി നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ട്രംപിൻ്റെ താരിഫ് മാറ്റിയിട്ട് ട്രംപിൻ്റെ തള്ളലുകൾ എന്നാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോന്നങ്ങ് പറഞ്ഞു വിടാം, യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിച്ചത് പുള്ളിയാണ് എന്ന രീതിയിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായ അവസാനം അത് ഇന്ത്യൻ അതോറിറ്റീസ് അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ടാക്സ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കയറ്റിയേക്കാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഖത്തറിലിരുന്ന് അദ്ദേഹം വലിയ വായിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അതോറിറ്റീസ് അത് കറക്റ്റാണോ അല്ല, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതോറിറ്റീസാണ് പറയേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വെറുതെ തള്ളിമറിക്കുകയാണ്. പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനവുമില്ല, കള്ളത്തരം പറയുക എന്നൊരു ഇന്റർനാഷണൽ ലീഡറിനെ പറ്റിയൊരു ക്വാളിറ്റി ഒന്നല്ല ഒരിക്കലും. കാരണം വസ്തുതകൾ പറയുന്ന മറ്റൊരു രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതേ നാണയത്തിലും തിരിച്ചടിക്കാൻ പറ്റില്ല. കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതോടുകൂടി പോകും. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് ഒരു മുൻകൈ ഉണ്ട്, അല്ലെങ്കിൽ മേൽക്കോയ്മയുണ്ട് എന്ന് കരുതി ഓരോ രാജ്യങ്ങളെയും അങ്ങ് എന്തൊക്കെയോ പറഞ്ഞങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. ചൈനയുടെ പുറകെയായിരുന്നു. ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ ഏകദേശം തീർന്നു എന്ന് കാണുമ്പോൾ പാകിസ്ഥാന് IMFന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി പുള്ളിക്കാരൻ നല്ലപോലെ ഇടപെട്ട് അതൊക്കെ 2 സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൂടി വാങ്ങിക്കൊടുത്തതിന് ശേഷം പുള്ളി അതുവരെയും ഇന്ത്യയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവർക്ക് ആ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയതിന് ശേഷം പുള്ളി ഇന്ത്യക്ക് നേരെ തിരിഞ്ഞു. അപ്പോൾ ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ പുള്ളി ഓരോന്ന് വിളിച്ച് വെറുതെ പറയാണ്. സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ പുള്ളിക്കാരൻ ആപ്പിളിൻ്റെ സിഇഒയുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു ന്യൂസും വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഒരു അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അനുസരിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ എന്താണ് ആക്ച്വൽ ഫാക്റ്റ് എന്താണ് എന്നുള്ളത് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതുപോലെ വിപ്രോയുടെ ചെയർമാൻ അസിം പ്രേംജി, നിങ്ങൾക്കറിയാവുന്ന ഒരു കഥാപാത്രമാണോ എന്നുള്ളത് ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഇന്ന് വന്നൊരു ന്യൂസ്, അസിം പ്രേംജി ഫൗണ്ടേഷൻ 2.5 ലക്ഷം പെൺകുട്ടികൾക്ക് 18 സംസ്ഥാനങ്ങളിലായിട്ട് 2.5 ലക്ഷം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് പഠനത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ന്യൂസാണ് ഇന്ന് വന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വിപ്രോയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 67% അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് അദ്ദേഹത്തിന് 2,30,000 കോടി രൂപയുടെ കണ്ട് വരുമാനമുണ്ട്. അപ്പോൾ അതിൽ 1,45,000 കോടി രൂപയും ഇന്ത്യയിലും അത് വിദേശത്തും ഈ പാവപ്പെട്ട മെയിനായിട്ട് അദ്ദേഹം ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ സപ്പോർട്ടാണ്. അതുപോലെ ഷെൽട്ടറുകൾ, വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ്. ഏറ്റവും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഏത് രാജ്യത്തായാലും വേണ്ടത് എഡ്യൂക്കേഷനിലാണ്. കാരണം വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരാൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ബാക്കിയുള്ളവരും അതിൻ്റെ പുറകെ രക്ഷപ്പെടും. ഈ എഡ്യൂക്കേറ്റഡ് ആളിന് ജോലി കിട്ടിയിട്ട് രക്ഷപ്പെടും എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ പല മാർഗങ്ങളും തുറന്നു കിട്ടും. അതുവഴി ആ കുടുംബവും രക്ഷപ്പെടും. പിന്നീട് വരുന്ന തലമുറ അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഒരു സ്റ്റെപ്പ് ഒരാൾ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന തലമുറ രണ്ടാമത്തെ സ്റ്റെപ്പ് മുതൽ മുകളിലോട്ട് കയറിയാൽ മതി. ആ രീതിയിൽ ഒരു മൊത്തത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. ഇദ്ദേഹത്തെക്കുറിച്ച് വായിച്ച് പഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അസീം പ്രേംജി. നിങ്ങൾ വിപ്രോയുടെ ചെയർമാനെ കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹത്തിന് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഉണ്ട് ബാംഗ്ലൂരിൽ. 5000 സ്റ്റുഡൻസും 400 ഫാക്കൽറ്റീസും ഉള്ള ഒരു ക്യാമ്പസാണ്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന്, വേറെ ഫീസോ കാര്യങ്ങളോ ഇല്ലാതെ അദ്ദേഹം സ്വന്തം വരുമാനത്തിൽ നിന്ന് നടത്തുന്നതാണ്. ഭയങ്കരമായിട്ട് 1,45,000 കോടി രൂപയുടെ ചാരിറ്റിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭീമമായ ഒരു ചാരിറ്റി പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതേപോലെ നമ്മൾ ഡൊണേറ്റ് ചെയ്ത് തുടങ്ങണം. ഡൊണേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്, നമ്മളൊക്കെ ആർക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർക്ക് കാശെടുത്ത് കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഏറ്റവും വലിയൊരു അബദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ അദ്ദേഹം ഉപയോഗിച്ച് അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കും. നിങ്ങളിപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും അയാളുടെ ജീവിത നിലവാരത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾ പരമാവധി കിട്ടിയ കാശ് കടങ്ങൾ തീർക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ലക്ഷറി ആയിട്ട് സ്പെൻഡ് ചെയ്ത് പോവുകയുള്ളൂ. അതിൽ നിന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തിന് ഒരു വീടില്ലാത്ത ഒരാൾക്കൊരു വീടോ അല്ലെങ്കിൽ അവർക്ക് ഒരു റെഗുലർലി ഫുഡിനുള്ള ഒരു റെഗുലർ ഇൻകം എന്ന രീതിയിലോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടുന്ന കൃത്യമായിട്ടും കാണാൻ പറ്റും. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്മോൾ സ്കെയിലിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത് ഫുഡാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവം. കാരണം അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഫുഡ് ഡൊണേറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് നോക്കും, നിങ്ങളുടെ പല കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടുന്ന നമുക്ക് മനസ്സിലാവും. അതൊരു പ്രത്യേക ഒരു നിങ്ങൾ ദൈവവിശ്വാസിയായാലും അല്ലെങ്കിലും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഫുഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി. എന്തായാലും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പരമാവധി ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ന്യൂസ് ചാനൽ അത്യാവശ്യം ഇന്നലെ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ് ഡബിൾ ആയിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. ഡെവലപ്പർ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ റിസൾട്ടിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ റിസൾട്ടുകൾ ഓരോ കമ്പനിയുടെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ടൈം ടു ടൈം വൈകുന്നേരം 4 മണിക്ക് ശേഷം അതിനകത്ത് വരുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് വരുന്നുണ്ട്. ഇന്ത്യ വിക്സിൻ്റെ ഇത് ഞാൻ ഓൾറെഡി ക്യൂവിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ വിക്സ് PCR 2 ഡാറ്റകൾ, നിഫ്റ്റിയുടെ PCR, നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ്, ഇന്ത്യ വിക്സ്, ഈ 3 വാല്യൂസ് എവറി എവർ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആകുമ്പം എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളൊരു ധാരണ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രിവിയ ചലഞ്ച് ഉണ്ട്. വെറുതെ റാൻഡം ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷണൽ ഇതുണ്ടാവും. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും അതിലൂടെ. എന്തായാലും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. US മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റിൻ്റെ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ചത് 25,210 എനിക്കിത് ട്രേഡിംഗ് വ്യൂവിൽ നോക്കിയപ്പോൾ ഈ കറക്റ്റ് ഈ വാല്യൂ അല്ല കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,220 കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,181, 38 പോയിന്റ് താഴെയാണ്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ 25,180, 25,000 താഴെ വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്രൂഡ് ഓയിൽ കമ്മോഡിറ്റീസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ വിലയിൽ വ്യത്യാസമില്ലാതെ $61.67 ട്രേഡിംഗ് നടക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, $3,234. ബിറ്റ് കോയിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്, $1,03,661. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട്, 85 രൂപ 53 പൈസയാണ് ഒരു US ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ദെൻ ഗ്ലോബൽ ഡാറ്റ റിലീസിങ് നോക്കുകയാണെങ്കിൽ ഇന്ന് പുറത്തു വരാനുള്ള ഡാറ്റ ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. തോംസൺ റീട്ടേഴ്സ്, IP, SOS, PC, SSI മന്ത് ഓൺ മന്ത്, ബാങ്ക് ലോൺ ഗ്രോത്ത്, ഡെപ്പോസിറ്റ് ഗ്രോത്ത്, FX റിസർവ്സ് USD, എക്സ്പോർട്സ് USD, ഇമ്പോർട്ട്സ് USD, ട്രേഡ് ബാലൻസ്. ഇത്രയും ഈവൻറ്റുകളാണ് ഇന്ത്യയിൽ വരാനുള്ളത്. US എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫെഡ് ബാലൻസ് ഷീറ്റ്, റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ് ബാങ്ക്സ്,
ബിൽഡിംഗ് പെർമിറ്റ്സ് മന്ത് ഓൺ മന്ത് ബിൽഡിംഗ് പെർമിറ്റ്സ് ഏപ്രിൽ, എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ്, എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത്, ഹൗസിംഗ് സ്റ്റാർട്ട്സ്. ഇത്രയും അല്ല, ഇതിൽ കൂടുതൽ ഇവൻറ്റുകളുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇന്ന് 100-ലധികം കമ്പനികളുണ്ട്. എന്തായാലും അതിൽ നിന്ന് കുറച്ച് കമ്പനികൾസ് ഞാൻ വായിക്കാം. ഗൗതം എക്സിം ലിമിറ്റഡ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ, ഇൻറ്റൻസ് ടെക്നോളജീസ്, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ്, ഇന്ത്യൻ എമൾസിഫയേഴ്സ്, HEC ഇൻഫ്രാ പ്രൊജക്ട്സ്, HRH നെക്സ്റ്റ് സർവീസസ്, ഫ്ലെക്സ് ഫുഡ്സ്, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ, DP അബുഷാൻ, ധനുക അഗ്രിടെക്, യുറേക്ക ഫോബ്സ്, ഗ്രേടെക്സ് കോർപ്പറേറ്റ് സർവീസസ്, ഡെലിവറി. ഇതിൽ കൂടുതലുണ്ട്. ഒരുപാട് കമ്പനീസ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി നമ്മളെ ന്യൂസ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കൊള്ളുക. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന 3 സ്റ്റോക്കുകളാണ്. CDSൽ ഹിന്ദ്-കോപ്പർ, മണപ്പുറം. ഇത് തന്നെയാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാകുന്നത്. ഹിന്ദ്-കോപ്പറും മണപ്പുറവും അധിക ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5392 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1668 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 3724 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് 1.92% റിയാലിറ്റിയാണ്. അതാണ് ഏറ്റവും. അതേപോലെ ഓട്ടോ സെക്ടറും റിയാലിറ്റിയും 1.92% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ETF വരികയാണെങ്കിൽ എല്ലാ ETF-ഉം ഗോൾബീസ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ പോസിറ്റീവിലാണ് അവസാനിച്ചത്. ഗോൾബീസ് 2% നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ദെൻ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മോട്ടോർ ആൻഡ് ജെൻ, വിരാജ് അയൺ, ഫോസിക്കോ ഇന്ത്യ, BLS ഇ സർവീസസ്, ഓറിയൻ പേപ്പർ, HCL ഇൻഫോ, റാംസൺസ് ഇൻഡസ്ട്രീസ്, നെൽകാസ്റ്റ്, രുദ്രാഭിഷേക്, ക്ലർക്ക് സർവീസസ്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹിക്കായ്, പെരിയ കരമലൈ, സുവാരി അഗ്രോ കെമിക്കൽസ്, സിനർജി ഗ്രീൻ, ഗോദ ക്യാപ്കോൺ, ഡാം ക്യാപിറ്റൽ, ക്വാളിറ്റി പവർ, സൊലാര ആക്റ്റീവ്, വെൻഡിറ്റ്, NIIT MTS. ഇത്രയല്ല, ഇതിൽ കൂടുതൽ സ്റ്റോക്കുകളുണ്ട്. പ്രധാനപ്പെട്ടത് ഞാൻ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തതാണ്. ദെൻ ഇന്നലത്തെ സെൻസെക്സിൻ്റെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി 367 പോയിന്റ് മുന്നേറ്റത്തിൽ 1.49% മുന്നേറ്റത്തിൽ 25.062 ക്ലോസ് ചെയ്തു. ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് 642 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത്. ഈ മാസത്തിൽ 720 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നുവരെയായിട്ട്. മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത്. ഇന്നലെ സെൻസെക്സ് 1.45% കയറിപ്പോയി. അതേപോലെ മിഡ് ക്യാപ്പ് 0.32, എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. അതുപോലെ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 1.05 ആണ്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് ഉള്ള സ്ട്രൈക്ക് 25,100 ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ളത്. 2,15,000 ആണ്. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് 25,50 2,66,000 ഇവിടെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത്. വിക്സ് ഉള്ളത് 16.89 ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ ഒരു ഇതാണ്. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 25,062. CPR വന്ന് നിൽക്കുന്നത് 24,977, 891, 805. വളരെ വൈഡായിട്ടുള്ള ഒരു 120 പോയിന്റോളം, 169 പോയിന്റോളമുള്ള ഒരു CPR ആണ് വന്നിട്ടുള്ളത്. ഇത്രയും വൈഡ് ആയതുകൊണ്ട് തന്നെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് കളിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ദെൻ ഇന്നത്തെ നോ ട്രേഡ് സോൺ വന്നിട്ടുള്ളത് 24,858, 826, ഏകദേശം 32 പോയിന്റിൻ്റെ ഒരു നോ ട്രേഡ് സോൺ ആണ് വന്നിട്ടുള്ളത്. വളരെ വൈഡാണ്. അപ്പോൾ നോ ട്രേഡ് സോൺ 858, അതായത് CPRൻ്റെ ഉള്ളിലാണ് നോ ട്രേഡ് സോൺ ഉള്ളത്. അപ്പോൾ മൊത്തം CPRനെ നമ്മൾ നോ ട്രേഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യണം. 805 മുതൽ 977 വരെ. ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത 24,977ൻ്റെ മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക. അതായത് 25,000ൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒന്നുകിൽ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫർദർ ഒന്ന് മുകളിലോട്ട് കയറി പോകും എന്നാണ്. കാരണം 25,000 കട്ട് ചെയ്ത് താഴോട്ട് വരാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സമ്മതിക്കില്ല എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കറക്റ്റ് ആകണം എന്നില്ല. സോ 25,000ന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ബയേഴ്സിനൊന്നും വലിയ സ്കോപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മാർക്കറ്റ് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ വരാതിരിക്കരുത്. മാർക്കറ്റ് വാച്ച് ചെയ്യുക. ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ ഒന്ന് അലേർട്ട് ആവുക ഇത് മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ.
ഇന്ന് 24,977 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 25,287 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 250 പോയിന്റോളം മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി താഴോട്ടാണ് വരുന്നതെങ്കിൽ 24,837, അതായത് നോ ട്രേഡ് സോണിൻ്റെ അല്ലെങ്കിൽ CPRൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ റേഞ്ച് അവസാനിക്കുകയാണ്. സോ ഇത് പറയുന്നത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത, താഴോട്ട് വരില്ല എന്നാണ്. ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ 977 805 ഇടയിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ 25,287 വരെയും കയറിപ്പോവാനാണ് സാധ്യത, താഴോട്ട് വരില്ല എന്ന് തന്നെയാണ് റാസ് ലെവൽസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് തരുന്നത്. സോ നോക്കാം എന്തായാലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോസ് എല്ലാ ട്രേഡിലും വരും, പക്ഷേ ലിമിറ്റഡ് ലോസ് ആയിരിക്കണം എന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും നിങ്ങളൊരു മാസം ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരേ പൊസിഷൻ സൈസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു ദിവസം 100 ക്വാണ്ടിറ്റി, മറ്റേ ദിവസം 500 ക്വാണ്ടിറ്റി, പിന്നെ ഒരു ദിവസം 50 ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ എടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ലോസ് വരുന്ന ദിവസം നിങ്ങൾ ഹെവി ക്വാണ്ടിറ്റി എടുത്ത ദിവസം വലിയ ലോസ് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ ഈ ചെറിയ ട്രേഡുകൾ വെച്ചിട്ട് കുറേ ദിവസം മെനക്കേണ്ടി വരും. വീണ്ടും ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ലോസ് കൂടി വരും. അപ്പോൾ പൊസിഷൻ സൈസ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.